അപ്പോൾ ഗൈസ് നമുക്ക് ബേബിക്ക് ഇന്നൊരു തവളേനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തവളയുടെ 2 ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സൈഡിലും ഇത് അടിഭാഗത്തുമായിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഞാൻ തവളയുടെ സൈഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ തപ്പിച്ചെന്നപ്പോഴത്തേക്കും ബേബിയുടെ ഒരു പഴയ തൊപ്പി കിട്ടി. അപ്പോൾ ആ തൊപ്പി ഞാൻ ഇങ്ങനെയാക്കി. അപ്പോൾ ഇതിനെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ നമുക്ക് തവളയുടെ 2 സൈഡിനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗത്തിന് തവളയുടെ അടിഭാഗം എന്തോ പറ തവളയുടെ അടിഭാഗത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ തൊപ്പിയുടെ തന്നെ വേറൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതും എടുത്തിട്ട് ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി കാണിക്കാവേ. അപ്പോൾ ഗൈസ് ഞാൻ ഗ്രീൻ ഷെയ്ഡിൽ 2 കട്ട് ചെയ്തിട്ട് അതിനെ ജോയിൻറ്റ് ചെയ്ത് വെച്ച് കാണിച്ചതാണ് കേട്ടോ. 2 ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്ക് താഴെ ഭാഗമാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൂടെ കട്ട് ചെയ്തെടുത്ത് ബാക്കി. അപ്പോൾ ഗൈസ് ഞാൻ അതും കട്ട് ചെയ്തെടുത്തു. 2 സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ ഇതിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി നോക്കാം. നമ്മുടെ തവളയുടെ പോർഷൻ വരുന്നത് ഇങ്ങനെ പൊന്തിയാണ് കേട്ടോ നിൽക്കുന്നത്. തവള എന്ന് പറയുമ്പോഴത്തേക്കും ഈ മുകളിലത്തെ ഭാഗം ഇങ്ങനെയാണല്ലോ ഇരിക്കുക. അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. ഞാൻ ആദ്യം വിചാരിച്ചത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ബാക്കി ഇതിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അതായത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയി വന്നതിന് ശേഷം ഈ കൈയുടെ പോർഷൻ ഇതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. നോക്കട്ടെ, എന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കട്ടെ. നോക്കിയതിന് ശേഷം എങ്ങനെ സെറ്റാവും, എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഒരു ഡൗട്ട് പറഞ്ഞത്. പോരായിട്ട് തവള എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയത്തില്ല. അപ്പം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കി സെറ്റാവുമെന്ന് നോക്കിയതിന് ശേഷം ഞാൻ നിങ്ങൾക്കൂടെ പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് വരേണ്ടത്. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ പിന്നെ ഇതിനി എങ്ങനെ വരും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടുത്തമില്ല. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. നോക്കിയിട്ട് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നൂല് ഞാൻ ഈ 2 ഷെയ്ഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് വേണ്ട, കണ്ണം വെച്ചു. ആ നൂല് വേണ്ടടാ, ഞാൻ എടുത്തു. ബേബി എനിക്ക് നൂലെടുത്ത് തരുവാണ്. അപ്പോൾ ഞാൻ ഈ 2 ഷെയ്ഡാണ് സെലക്ട് ചെയ്തേക്കണേ. അപ്പോൾ ഗൈസ് ഞാൻ ഫസ്റ്റ് തവളയുടെ മുകൾ പോർഷനാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്ത്. ഈ ഒരു പരുവത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്കി കൂടെ ചെയ്യാവേ. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നാൽ ചിലപ്പോൾ ഇത് തവളയായിട്ട് വരും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വേറെ എന്തെങ്കിലും ആയിട്ട് വരും. അപ്പം നമുക്ക് നോക്കാം എന്തായിട്ട് വരും എന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഇതിന് അണ്ണാനെ ചെയ്തപ്പോഴത്തേക്കും മരിച്ചീനി കമ്പും മനുഷ്യൻ്റെ ഇടുപ്പിൻ്റെ താഴത്തൊക്കെ പോലെ തോന്നിയ പോലെ ഇനി തവള ഇനി വേറെ വല്ലതായിട്ട് തോന്നുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പം ഞാൻ ഇത്രയും പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തേ. എൻ്റെ ബേബി എന്നുണ്ടെങ്കിൽ എൻ്റെ നൂല് മൊത്തം 4 വഴിക്കാക്കി ഈ അവസ്ഥയായി. അപ്പോൾ ഗൈസ് ഞാൻ ഇതിങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ഞാനിങ്ങനെയാണ് കേട്ടോ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണേ. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങാമെന്നാണ് വിചാരിക്കണേ. അതേപോലെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് മറ്റേ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് ഇടാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാണ്. ഈ കാലിലെ ഈ പോർഷനിൽ വെച്ചിട്ടാണ് കേട്ടോ തുടങ്ങണേ. അപ്പോൾ തുടങ്ങാം. ഇതെന്തോ അത്. അപ്പോൾ ഗൈസ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ഞാൻ തവളയുടെ മുകൾ ഭാഗം, അതായത് ഈ 2 ഗ്രീൻ ഷെയ്ഡിലുള്ളതിനെ ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാനത് ഈ യെല്ലോ ഷെയ്ഡിലോട്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് എൻഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇത്രയും പോർഷൻ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടേക്കുവാണ്. നമുക്കിതിനെ തിരിച്ചിടാം. തവള സെറ്റായി എന്നുള്ളതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ല. അത് പോകും. അത് തരത്തില്ല, അത് തരാൻ പറ്റില്ല. കാരണം അത് ചീത്തയാക്കിയായിരുന്നു. അതുകൊണ്ട് ഇനി ഞാൻ തിരിച്ച് തരത്തില്ല. കാരണം അത് ചീത്തയാക്കി. അപ്പം നമ്മുടെ തവള ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ഞാനത് തിരിച്ചിട്ടു. ഈ പോർഷൻ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പം നമുക്ക് ഇതിനകത്ത് സ്റ്റഫ് ചെയ്ത് വെക്കുമ്പോഴേ കൃത്യമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ ഷേപ്പ് എന്തുവാണ്, എങ്ങനെയാണ് ഇത് ഇരിക്കണേന്ന്. അപ്പം ഞാൻ പോയി അതെടുത്തിട്ട് വരാം. കുറച്ച് എൻ്റെ അടുത്തുണ്ട്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് റൂമിലാണ് ഇരിക്കുന്നത്. അതുകൂടെ എടുത്ത് വെച്ചതിന് ശേഷം കാണിക്കട്ടെ. നമുക്ക് ആദ്യമേ ഇത് വയ്ക്കാം.
ഇത് വലിച്ചാലും വരുത്തില്ല, പിടിച്ചാലും വരുത്തില്ല. നമുക്കിത് കുറേശ്ശെ ആയിട്ട് സ്റ്റോർ ചെയ്യാവേ. സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ഓക്കെയാണ്, ഷേപ്പൊക്കെ സെറ്റാണ്. പക്ഷെ ഞാനിത് സ്റ്റഫ് ഇതിൻ്റെ അകത്ത് വെക്കുന്നതിൻ്റെ പ്രശ്നമാണോ, എടുത്തുകൊണ്ട് പോവല്ലേ, വെക്കുന്നതിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം അണ്ണാനുണ്ടാക്കിയപ്പോഴും നമ്മൾ ഇത് സ്റ്റോർ ചെയ്യുന്നിടം വരെ അത് അണ്ണാനാണ്, ഓക്കെ ഫൈൻ അണ്ണാനാണ് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് അണ്ണാനാണോ എന്ന് എനിക്കും ഒരു ഡൗട്ട് തോന്നിയായിരുന്നു. പിന്നെ ഉണ്ടാക്കിയതല്ലേ, ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, ഇത്ര എഫേർട്ട് ഇട്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അപ്ലോഡ് ചെയ്തതാണ്. ഉണ്ടോ പറയടാ. അത്രയും കഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ അത് വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. കണ്ടവർക്ക് ആർക്കും അത് എണ്ണാനായിട്ട് തോന്നിയില്ല. എൻ്റെ ഷീറ്റ് വലിച്ചോണ്ട് പോയല്ലേ, കണ്ടവർക്കാർക്കും അത് എണ്ണാനായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇത് ഇനി തവളയായിട്ട് തന്നെ വരുമെന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലും പാളും, അത് നോർമലാണ്. എന്തുണ്ടാക്കിയാലും പാളും. അതിപ്പോൾ കുക്കിങ്ങിലാണെങ്കിൽ ഇതേപോലെ എന്തുണ്ടാക്കിയാലും പാളാറ് പതിവാണ്. പക്ഷേ ഇന്നലെ ഇതൊരു വലിയ പാളൊക്കെ വരും. ഞാൻ പ്രതീക്ഷിച്ചതിന്നും കൂടുതൽ പാളി. എനിക്ക് തോന്നുന്നു ഇത്രയും കൊണ്ട് നിറയുന്നു. പക്ഷെ ഇന്നലത്തെ അണ്ണാനാണെന്നുണ്ടെങ്കിൽ ഇത് അക്ഷയ പാത്രം പോലായിരുന്നു. എത്ര നിറച്ചിട്ടൊന്നും നിറയുന്നുണ്ടായിരുന്നില്ല. അതറിയത്തില്ല. എൻ്റെ നൂലാണ് കേട്ടോ ചോദിക്കണേ. ഇവനാണെന്നുണ്ടെങ്കിൽ എൻ്റെ നൂലെല്ലാം കൂടെ കുരുക്കി മറിച്ച് ഒരു വഴിയാക്കി. ഇനി അത് ഞാൻ എങ്ങനെ തിരിച്ച് സെറ്റ് ചെയ്യും, എങ്ങനെ ഞാൻ ഇളക്കിയെടുക്കും എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഐഡിയ ഇല്ല. ഈ ഒരു അവസ്ഥയായി. ഇതിനി ഞാൻ എങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ ഓരോ കളറ് ഞാൻ ഓരോ ഷെയ്ഡ് ഞാൻ എങ്ങനെ എടുക്കും എന്നുള്ളത് എനിക്കൊരിത്തും പിടിയുമില്ലാത്ത അവസ്ഥയാണ്. ഇത് മതി കേട്ടോ, ഇനി തരത്തില്ലേ. അപ്പം ഞാൻ തവള നമുക്ക് ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഉള്ളിലാക്കി ഫുൾ ഉള്ളിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് തവള കോമഡി ആവണത്. തവളയുടെ കൈ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഞാനതൊന്ന് സെറ്റ് ചെയ്യട്ടെ. വരുന്നില്ലടാ കണ്ണാനാണ് അമ്മ അങ്ങനെ ആക്കിയത് കേട്ടോ. തവള ഒരുമാതിരി പെരുവയറൻ തവള എന്ന് വിളിക്കാം. ഞാൻ ഈ പോർഷനൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ. സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി. അപ്പം നമ്മുടെ തവളക്കുട്ടൻ ഈ ഒരു രൂപം, നമ്മുടെ തവളയുടെ കൈ, തവളയുടെ കാൽ, തവളയുടെ മുഖം, തവളയുടെ ഉടൽ അങ്ങനെയൊക്കെ ആയി. അപ്പം നമുക്കിനി ഈ രണ്ട് സൈഡിൽ രണ്ട് കണ്ണൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ കണ്ണൻ ഇത് തവളയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇനി അവന് തവളയെ അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇവൻ ഇത് ആനയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവനത് ആനയാണ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതെന്താ കണ്ണാന്ന് ചോദിച്ചപ്പോഴത്തേക്കും കണ്ണൻ പറഞ്ഞു ഇത് ആനയാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്ത് ചെയ്താലും പാളാറുണ്ട്. ചിലപ്പോൾ അങ്ങനെ പാളിയതായിരിക്കാം. കൃത്യമായിട്ട് നമ്മുടെ തവളയുടെ ഷേപ്പിലോട്ടത് എത്തിയില്ല. സാരമില്ല, ക്ഷമിക്കാവുന്ന കുറ്റങ്ങളെ ചെയ്യുന്നുള്ളൂ ഞാൻ. അല്ലേ കണ്ണു? അല്ലേ കണ്ണു? നൂല് പൊരിക്കട്ടെ. അപ്പം നമ്മുടെ തവളക്കുട്ടൻ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഇരിക്കണേ. ആരാ അതെത്തി നോക്കിയത്? തവളക്കുട്ടനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത് ഈ സൈഡിലെ കാല് സെറ്റായില്ല. ഈ ഒരു കാല് സെറ്റായില്ല. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും, ചവിട്ടല്ലേ, പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഒന്നും ചെയ്യാനില്ല. തൽക്കാലം ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി. അല്ലാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഞാൻ കണ്ണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ ഓണാക്കി വെച്ചിട്ടാണ് കണ്ണ് സ്റ്റിച്ച് ചെയ്യാനിരുന്നത്. അപ്പോഴത്തേക്കും എൻ്റെ കണ്ണനാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഓഫ് ചെയ്ത് ഞാൻ അറിഞ്ഞില്ല. കണ്ണ് സ്റ്റിച്ച് ചെയ്ത നേരത്തെ കാര്യമൊക്കെ പറഞ്ഞാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. പക്ഷേ
അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോണിലോട്ട് വീഡിയോ ഓഫ് ചെയ്യാൻ വേണ്ടി ഫോണിലോട്ട് നോക്കിയപ്പോഴത്തേക്കും വീഡിയോ ഇല്ല, വീഡിയോ റെക്കോർഡാവുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പോട്ടായിരുന്നു. എന്തായാലും ഞാൻ കണ്ണ് സ്റ്റിച്ച് ചെയ്തു. 2 കണ്ണ്, 2 കൈ, 2 കാൽ, ഉടൽ അടിഭാഗം. അപ്പം ഇത് ഇപ്പോഴും കണ്ണൻ പറയണത് ഇത് ആനയാണെന്നാണ്. ഇതെന്തുവാണ് കണ്ണ? ആനയാണ് എന്നാണ് അവൻ പറയണത്. ഇതിലെവിടെയാണ് ആന ഇരിക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും എൻ്റെ ഫ്രോഗിനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി, ലൈക്ക് ചെയ്തിട്ട് പോയാൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത പരീക്ഷണമായിട്ട് ഞാൻ വരുന്നത് വരെ ബൈ ബൈ, സീ യു ഗൈസ്. അപ്പം തവള പാളി. ശരി എന്നാൽ.